ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നല്ല സോഫ്റ്റി ആയിട്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കാണ്. ഒരു മുട്ട ഉണ്ടെങ്കിൽ മതി, നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് റെഡിയാക്കി എടുക്കാം. ഈസി ആയിട്ട് ചെയ്യുന്ന റെസിപ്പിയാണ്. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പ്. എന്നിട്ട് നമ്മളൊരു 1/4 കപ്പ് കൊക്കോ പൗഡറാണ് കേട്ടോ ചേർക്കുന്നത്. കൂടെ തന്നെ നമ്മൾ പഞ്ചസാര പൊടി നമ്മൾ ചേർക്കണം കേട്ടോ. അതായത് 1 കപ്പിന് 1 കപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഞാൻ വന്നിട്ട് 1/4 കപ്പാണ് കേട്ടോ. 1/4 കപ്പിന് ഏകദേശം നല്ല മധുരം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പിന് 1 കപ്പ്, അതായത് നമ്മൾ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതേ 1 കപ്പിൽ തന്നെയാണ് നിങ്ങൾക്ക് പഞ്ചസാര പൊടി ചേർക്കുകയാണെങ്കിൽ അതും വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോഴാണ് ചേർക്കേണ്ടത്. പക്ഷേ ഞാൻ പഞ്ചസാര ഇടുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ കുട്ടികൾ ആ പഞ്ചസാര പൊടി എടുത്തിട്ട് പോയത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം ഞാൻ ഇടയിലാണ് ചേർത്തത്. അപ്പോൾ നിങ്ങൾ പഞ്ചസാര പൊടിയും കൂടെ ചേർക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള എല്ലാ സാധനങ്ങളുമാണ്. അപ്പോൾ ഒരു മുട്ടയിലേക്ക് 1/2 കപ്പ് മിൽക്കും 1/2 കപ്പ് ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇപ്പോഴാണ് പഞ്ചസാര പൊടി ചേർത്തത് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, നമുക്കിപ്പോൾ ചേർക്കുന്നത് കൊണ്ട് ഇപ്പോൾ സോഫ്റ്റ് ആവാതിരിക്കുന്നൊന്നുമില്ല. സാധാരണ എപ്പോഴും നമ്മൾ നോർമൽ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് എങ്ങനെയാണ് അതേപോലെ തന്നെ നമുക്ക് കിട്ടും. കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാ സാധനങ്ങളും ഇട്ട് ചെറുതായിട്ട് നന്നായിട്ടൊന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സായി വരട്ടെ. പതുക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് മിക്സായി വരട്ടെ. മിക്സായി വന്നതിന് ശേഷം ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ ഇത് കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു രീതിക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വനില എസൻസ് ആണ്, 1 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ലേശം ചൂടുള്ള വെള്ളം, ലേശമല്ല, നമുക്ക് തിളയ്ക്കണ്ട, പക്ഷേ തിളയ്ക്കുന്ന ആ ഒരു രീതി ആവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതേ ചൂടോടുകൂടെ തന്നെ നമ്മുടെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും പതുക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സായി വരട്ടെ. മിക്സായി വന്നതിന് ശേഷം പിന്നെ ഞാനിപ്പോൾ വെള്ളമാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് അടുപ്പിൽ ചെയ്യുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് നമ്മുടെ ഇടയ്ക്ക് സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. അത് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ അതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിനിപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ വന്നിട്ട് 180 ഡിഗ്രിക്ക് ഒരു 35 to 40 മിനിറ്റ് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് തട്ടി കൊടുത്ത് ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ലേശം ഒരു ക്രീം പോലെ നമ്മളൊന്ന് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു 1.5 കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടില്ല കേട്ടോ, ഞാൻ ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല. അതിലേക്ക് ഒരു 1/4 കപ്പ് കൊക്കോ പൗഡറും 1/4 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് മധുരം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് ആണെങ്കിൽ മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ കോൺഫ്ലവർ ആണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീമാണ്, അതും 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അല്ല 2 ടീസ്പൂൺ വരും കേട്ടോ. കോൺഫ്ലവറും നമ്മുടെ വിപ്പിംഗ് ക്രീമും ഒക്കെ 2 ടീസ്പൂൺ വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കൊരു തിക്കായിട്ടുള്ളൊരു ലെവലിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോൺഫ്ലവർ ചേർത്തത്. എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ലല്ലോ, നമ്മൾ ഇപ്പോഴും ഒന്ന് അരിപ്പ് വെച്ച് ഒന്ന് അരിച്ച് അതിന് ശേഷം നമ്മൾ ഇത് കണ്ടില്ല. അപ്പോൾ ഈ ഒരു ചെറിയ തരികളൊക്കെ നമുക്ക് പാലിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മളൊന്ന് മാറ്റാനായിട്ടാണ് നമ്മൾ അരിച്ചതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതുപോലെ കൈവിടാതെ നന്നായിട്ട് മിക്സ് ചെയ്തിടുന്ന സമയത്ത് ഈ ഒരു ലെവലിലേക്ക് ആവും. ഇപ്പോൾ ഇത് പോരാ, നമുക്ക് ഇന്നുകൂടി തിക്കാവണം. അതിന് ശേഷമാണ് നമ്മൾ 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നത്. ബട്ടർ ഇടുന്ന സമയത്ത് നമുക്ക് ആ ഒരു ടെക്സ്ചർ കാണുന്ന സമയത്ത് ആ ഒരു നല്ല സ്മൂത്തായിട്ട് നമ്മൾ ചോക്ലേറ്റൊക്കെ മുകളിലേക്ക് ഒഴിച്ചെന്ന പോലെ ആ ഒരു ലെവലിലേക്ക് നമുക്ക് കിട്ടും കേട്ടോ. നമുക്കിത് കഴിക്കുന്ന സമയത്ത് ശരിക്കും ചോക്ലേറ്റിൻ്റെ ഒരു ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ച പോലെ തന്നെ നമുക്ക് തോന്നും. അപ്പോൾ അത് ചൂടാറട്ടെ. അതിനുശേഷം നമ്മളിപ്പോൾ നമ്മുടെ കേക്കും റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം അതിൻ്റെ മുകളിലെ ഭാഗം ചെറിയൊരു വെള്ളിച്ച പോലെ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അത് നമുക്കൊന്ന് എടുത്ത് മാറ്റിയേക്കാം. അത് എടുത്ത് മാറ്റിയതിന് ശേഷം പിന്നെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതായത് നേർ പകുതിയായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ക്രീം പോലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. സാധാരണ നമ്മൾ കേക്കൊക്കെ ഡെക്കറേറ്റിംഗ് ചെയ്യുന്ന പോലെ നമുക്ക് വിപ്പിംഗ് ക്രീം കൊണ്ട് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു രീതിക്ക് നമ്മൾ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം പിന്നെ നമുക്ക് വീണ്ടും ഒന്നുകൂടെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. നമ്മൾ സാധാരണ 2-3 മുട്ടയൊക്കെ നമ്മൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ആ ഒരു രീതിക്ക് തന്നെ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രീം ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ഫസ്റ്റ് ലെയറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ചെറിയ ചൂടോടുകൂടെ ഒഴിച്ചേക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല മൊത്തത്തിൽ എല്ലാം ചൂടാറിയിട്ട് ഒഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല.
ഈ സമയത്ത് ചെറിയൊരു ചൂടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്താണ് നല്ല ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒഴിച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു കേക്ക് നമ്മൾ ഇതിലേക്ക് എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ചൂടാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എത്ര വേണ്ടത് അതിന് ആവശ്യത്തിന് പോലെ ഒഴിച്ചു കൊടുത്ത് നല്ലൊരു ജ്യൂസി ആയിട്ടുണ്ടാവും. നമ്മളിതിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ കഴിക്കുന്ന സമയത്ത് നല്ലൊരു ജ്യൂസി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒഴിച്ചതിന് ശേഷം നമുക്ക് എത്ര വേണ്ടത് അതിനാവശ്യത്തിന് പോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്. നമ്മൾ കത്തി ഉണ്ടല്ലോ എത്ര സ്മൂത്ത് ആയിട്ടാണ് ഉള്ളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു കേക്കാണ് നമുക്ക് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. വായിൽ വെച്ചാൽ നല്ല മിൽക്ക് ചോക്ലേറ്റ് വായിൽ വെച്ച പോലെ ആ ഒരു ടേസ്റ്റിൽ നല്ല സ്മൂത്തായിട്ട് അങ്ങോട്ട് അലിഞ്ഞു പോകട്ടെ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കായിരുന്നു. ചോക്ലേറ്റ് കേക്ക് എന്ന് പറയുന്ന സമയത്ത് തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.